പൊങ്കാലയിടാനെത്തിയ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്നും സുനിൽ അരുമാനൂർ ഒരിക്കൽ കൂടി ചേരുന്നു. സുനിൽ, പ്രമുഖ താരങ്ങളും മറ്റും പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുണ്ടോ? ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? പൊങ്കാലയുടെ അടുപ്പ് വെട്ടൽ സുനിൽ വേഗം തിരിച്ചെത്തും. പൊങ്കാലയുടെ അടുപ്പ് വെട്ടൽ ചടങ്ങ് 10:15 ആരംഭിക്കും. ഭക്തിസാന്ദ്രമാണ് തലസ്ഥാനം. പൊങ്കാല ഇടാനെത്തിയ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വനിതാ കമാൻഡോകളെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക ഷാഡോ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അഗ്നിശമന സേനയുടെയും മറ്റും സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ സേവാഭാരതിയുടെ ആംബുലൻസ് സേവനങ്ങളും സർക്കാരിന്റെ പ്രത്യേക IMAയുടെ ഡോക്ടർമാരുടെ സേവനങ്ങളും മറ്റും ലഭ്യമാണ്. ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, പ്രമുഖ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ പൊങ്കാല അർപ്പിക്കാനായി? ഇപ്പോൾ അവിടെ ഇപ്പോഴുള്ള പൊങ്കാല കാഴ്ചകൾ എന്തൊക്കെയാണ്? അൻസു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഉള്ള മണിക്കൂറുകൾ വളരെ പെട്ടെന്ന് തന്നെ ദേവീ ദർശനം നടത്തി പൊങ്കാല അടുപ്പുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് ഭക്തരുടെ ഒരു തിടുക്കം എന്ന് പറയുന്നത്. അതിന്റെ തിടുക്കം അവർ കാട്ടുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് നമുക്ക് ഇത്തവണ ഈ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4200ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഇത്തവണ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കാരണം ഇത്രയും അധികം ഭക്തജനങ്ങൾ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 9:45 പുണ്യാഹ ചടങ്ങുകൾ നടക്കുന്നത്. ഈ പുണ്യാഹ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ പോലെ അടുപ്പോട്ട് ചടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1200 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം നിശാന്തിനി IPS എന്നോടൊപ്പം ചേരുന്നു. മാഡത്തിനാണ് ഇവിടുത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല. മാഡവുമായി തന്നെ കൂടുതൽ കാര്യങ്ങൾ, സുരക്ഷയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. മാഡം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു സുരക്ഷയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ പോലീസിനെ അണിനിരത്തിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നത്? സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ഈ ആട്ടുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുപാട് സ്ത്രീകൾ, കൂടുതൽ 40 ലക്ഷത്തിലധികമുള്ള സ്ത്രീകളാണ് ഇവിടെ വന്ന് തൊഴാൻ വരുന്നത്. ഈ ഒരു 2 ദിവസത്തിൻ്റെ ഒരു ക്രമീകരണമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് സമാധാനമായിട്ട് തൊഴുതു പോകാനുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനായിട്ട് വനിതാ ബറ്റാലിയനിൽ നിന്ന് 575 വനിതാ പോലീസുകാർ ഇവിടെ ഉണ്ട്. ക്രൗഡ് കൺട്രോളിലെ 525 പേരും 50 കമാൻഡോസുമായിട്ടാണ് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ കമാൻഡോസിന്റെ ഒരു വിങ് ഉണ്ട് എന്ന് പറയുന്നത്, ഷാഡോ പോലീസ്, അതിന്റെ ഒരു വിവരണം കൂടെ എങ്ങനെയാണ്? കമാൻഡോസ് 50 പേരുണ്ട്. അവരെ നമ്മൾ എമർജൻസി ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവർ സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ഇവാക്യുവേഷൻ അങ്ങനത്തെ ഉള്ള സമയം മാത്രമേ നമ്മൾ അവർ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ അവർ കൺട്രോൾ റൂമിലാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള നമ്മുടെ വനിതാ ബറ്റാലിയൻ ഈ ബ്ലൂ സ്ട്രാപ്പ് വ്യത്യാസമായ ഒരു യൂണിഫോമിൽ ഇരിക്കുന്നവരെല്ലാം വനിതാ പോലീസ് ബറ്റാലിയൻ്റെ ആൾക്കാരാണ്. അവരെല്ലാം ഈ സോപാനത്തിനകത്തും പുറത്തുമായിട്ട് ക്രൗഡ് കൺട്രോളിൽ ഇരിക്കുകയാണ്. തീർച്ചയായും മാഡം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം തന്നെയാണ്. ഭക്തർക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഇക്കുറിയും പൊങ്കാലയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. 9:45 ക്ഷേത്രത്തിൽ പുണ്യാഹം തളിക്കും. അതിനുശേഷം 10:15 അടുപ്പ് വെട്ട് പൊങ്കാല അടുപ്പിലേക്ക്, പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടുകൂടി തന്നെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്. പിന്നെയുള്ള മണിക്കൂറുകൾ യാഗശാലയായിരിക്കും ഈ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. മന്ത്രമുഖരിതമായി അന്തരീക്ഷത്തിൽ ഈ തലസ്ഥാന നഗരി ഒരു ദിവസത്തേക്ക് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നമുക്കിനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഈ പൊങ്കാലയുടെ ആ സായുജ്യം മനസ്സിലാക്കാനായി ശേഷിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. സുനിൽ, ദയവായി തുടരുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും റിനു ശ്രീധർ കൂടി ചേരുന്നു. റിനു, നഗരത്തിലെ തിരക്ക് എങ്ങനെയാണ്? ഗതാഗത കുരുക്കിനെ നിയന്ത്രിക്കാൻ എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല അർപ്പിക്കാനായി എത്തിയ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. 10:15-നാണ് പൊങ്കാലയുടെ അടുപ്പ് വെട്ടൽ ചടങ്ങ്. നിശാന്തിനി IPS സൂചിപ്പിച്ചതുപോലെ നിരവധി ഷാഡോ പോലീസും അതുപോലെ തന്നെ വനിതാ കമാൻഡോകളുടെ ഒരു വിങ്ങിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച വിങ്ങിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പൊങ്കാലയാണ് ഇത്തവണ. പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഗ്രീൻ ആർമിയെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തർക്കായി സൗജന്യ ഭക്ഷണവും സൗജന്യ വെള്ളവും വിതരണവും ഒക്കെ നടക്കുന്നുണ്ട്. നിരവധി പ്രമുഖ താരങ്ങളും മറ്റും പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും റിനു ശ്രീധർ കൂടി ചേരുന്നു. റിനു, നഗരത്തിലെ തിരക്ക് എങ്ങനെയാണ്? ഗതാഗത കുരുക്കിനെ നേരിടാൻ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അൻസു, അനന്തപുരിയെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടനിവേദ്യങ്ങൾ അർപ്പിക്കുവാൻ ജനലക്ഷങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. അതായത് ദേവിയുടെ ഇഷ്ട വഴിപാടായ 12 വിഭവങ്ങളാണ് നിലവിലുള്ളത്. ഇതിൽ നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് എത്തുന്ന ഭക്തജനങ്ങൾ ഏകദേശം 4ഓളം വിഭവങ്ങളാണ് ദേവിക്കായി അർപ്പിക്കുന്നത്. അതിൽ തെരളി, അതുപോലെ തന്നെ പൊങ്കാല, അതുപോലെ തന്നെ വെള്ളപ്പായസം, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വഴിപാടാണ് നേർച്ചയായി ഇവർ ദേവിക്കായി അർപ്പിക്കുന്നത്. നമുക്കറിയാം, മംഗലങ്ങളിലാണ് ഇവർ നിവേദ്യങ്ങൾ ദേവിക്കായി അർപ്പിക്കുന്നത്. പടുക്കയിട്ടുകൊണ്ട് മംഗലങ്ങളിൽ അടുപ്പുകൂട്ടി മംഗലങ്ങളിൽ ചന്ദനം ചാർത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഭക്തജന ലക്ഷങ്ങൾ ഇവിടെ ദേവിക്കായി 10:15 മണിയോടുകൂടി ഭണ്ഡാര അടുപ്പിൽ തീ കത്തുന്നതോടുകൂടിയുള്ള സമയം വരെ ഇവിടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ദേവിക്കായി അർപ്പിക്കുവാനുള്ള നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെരളിയപ്പം എന്ന് പറയുന്ന വയണയിലയിൽ പൊതിഞ്ഞുണ്ടാക്കുന്ന ദേവിയുടെ ഇഷ്ടവഴിപാടായ തിരളി ഒരുക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ. നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത്, റോഡിന്റെ ഇരുവശവും ഇന്നലെ രാത്രി മുതൽ തന്നെ എത്തിയ ഭക്തജനങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കടകളും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോട് നെട്ടയത്ത് നിന്ന് വന്ന തെരളി അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചേച്ചി. എന്താണ് ദേവിക്ക് നിവേദ്യങ്ങളായി നിങ്ങൾ അർപ്പിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ട വഴിപാടുകൾ ദേവിക്ക്? ശർക്കര പൊങ്കാല ദേവിക്ക് നിവേദ്യമായി നൽകുന്നു. വെള്ളപ്പൊങ്കൽ നൽകുന്നുണ്ട്, തെരളി നിവേദ്യം നൽകുന്നുണ്ട്, മണ്ടപ്പുറ്റ് നൽകുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? എത്ര മണി തൊട്ടാണ് ഇവിടെ എത്തിയത്? എന്താണ് ദേവി എത്ര നാൾ കൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്? ആ കാര്യങ്ങളൊക്കെ. ഞാൻ 30 വർഷം കൊണ്ട് പൊങ്കാലയിടുന്ന ആളാണ്. ഞാൻ നെട്ടയത്താണ് താമസിക്കുന്നത്. എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്. ദേവിയുടെ കഠിനമായ ഒരു ഭക്തയാണ് ദേവിയുടെ. തീർച്ചയായും അൻസു, അത്രയും അധികം എന്താണ് ദൈവിക ചൈതന്യമുള്ള ഒരു ദേവിയാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് തന്നെ 30 വർഷത്തോളമായി വരുന്നവർ ഇവിടെയുണ്ട്. നിരവധി വർഷക്കാലമായി ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളോട് വയനാട് നിന്നെത്തിയ ഒരു 7-അംഗ സംഘമുണ്ട്. കണ്ണൂരിൽ നിന്നും വയനാട് നിന്നും ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി എത്തിയ ഒരു സംഘമുണ്ട്. ചേച്ചി, വയനാട് നിന്ന് നിങ്ങൾ അനന്തപുരിയിലേക്ക് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്നാണ് എത്തിയത്? എന്താണ് വിശേഷങ്ങൾ? നമ്മള് മിഞ്ഞാന്ന് രാവിലെ എത്തി. ഞാനും ചേച്ചി 3ാമത്തെ വർഷമായിടുന്നത്. നമ്മളിവിടുത്തെ ദേവിൻ്റെ ആ ഒരു ചൈതന്യം അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്കത് ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ മറ്റുള്ളവരോടും നമ്മളടുത്തുള്ള ആൾക്കാരോടും ദേവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കും താല്പര്യം തോന്നി. അങ്ങനെ നമ്മൾ ഇവരെയൊക്കെ കൂട്ടിന് വന്നു. എത്ര വർഷമായി ഇവിടേക്ക് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നുണ്ട്? 3ാമത്തെ വർഷമാണ്. 3ാം വർഷം. പിന്നെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ, ഞങ്ങൾ മനസ്സിൽ എന്ത് വിചാരിച്ചുവോ അത് ദേവി നടത്തി തന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് ദേവിയുടെ ഇതിൽ വന്ന് ചെയ്യാനായിട്ടുള്ള ഇത് ദേവി തരട്ടെ എന്ന് ഞങ്ങൾ. അൻസു, ഇത് തന്നെയാണ്, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഈ അനന്തപുരിയിലേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്കുള്ള സ്വന്തം വീടായി സങ്കല്പിച്ചുകൊണ്ട് പെരുമാറുന്ന രീതിയിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടുന്ന ശൗചാലയ സൗകര്യങ്ങൾ ഉൾപ്പെടെ, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ, ഇവർക്ക് തീ പകരാനുള്ള സൗകര്യം
കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് 4000-ഓളം ഏകദേശം 3000-ഓളം തൊഴിലാളികളെയാണ്. ഏറ്റവും തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് ഇത്രയും ജനസാഗരം ഇവിടെ എത്തി ഈ പൊങ്കാല അർപ്പിക്കുന്ന ഈ മറ്റ് ചുടുകട്ടയായാലും അതുപോലെ തന്നെ വിറകിന്റെ അവശിഷ്ടങ്ങളായാലും ഇതൊക്കെ തന്നെ മിനിറ്റുകൾക്കകം തന്നെ പൊങ്കാല 2:30 നിവേദ്യം നേദിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ ഇതെല്ലാം ഇവിടെ നിന്ന് വൃത്തിയാക്കി ഗതാഗത സൗകര്യത്തിന് യോഗ്യമാക്കുക, ഈ റോഡുകളെല്ലാം തന്നെ ഗതാഗത സൗകര്യത്തിന് യോഗ്യമാക്കുക എന്നുള്ള ഒരു ചുമതല തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മേയർ വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയ രീതിയിൽ 3000-ഓളം തൊഴിലാളികളെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും വെള്ളമായാലും അതുപോലെ തന്നെ ഷീറ്റ് ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കിയാണ് കോർപ്പറേഷൻ മുന്നേറുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്ന് ഇവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ ഒക്കെ ഉൾപ്പെടെ ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി എല്ലാ മെഡിക്കൽ ക്യാമ്പുകളിലും സന്ദർശിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ സർക്കാരും ഈ ഒരു മതാചാരത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരും വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നൽകുന്നത്. അതുപോലെ തന്നെ പോലീസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ 4200-ഓളം പോലീസിനെയാണ് ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ആംഡ് ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുട്ട് സംഘം ഇവിടേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിനെ ഇവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാവുന്നത് തമിഴ്നാട് പോലീസിനാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും CI-മാരടക്കമുള്ള സംഘം ആറ്റുകാൽ പരിസരത്തും ഉണ്ട്. അതുപോലെ തന്നെ 60ഓളം CCTV ക്യാമറകൾ വിവിധ പ്രദേശങ്ങളിൽ, ക്ഷേത്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പൊങ്കാലയെ സ്വാഗതം ചെയ്തുകൊണ്ട് അത് ഏകദേശം 10:15 തന്നെ പണ്ടാര അടുപ്പിൽ തീപടരും. അതോടുകൂടി തന്നെ നഗരം മൊത്തത്തിലൊരു അഗ്നിക്ക് സമമാവും, പുകപടലങ്ങളാൽ നിറയും. വൈകുന്നേരത്തോടു കൂടി ഏകദേശം ഉച്ച 2:15 നിവേദിക്കും. പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ആ പൊങ്കാല ഏത് ദിശയിലേക്കാണ് തിളച്ചു പൊങ്ങുന്നത് എന്നുള്ള ഐതിഹ്യം വരെയുണ്ട്. തെക്ക് കിഴക്കിലേക്ക് തിളച്ചു പൊന്തുകയാണെങ്കിൽ ഇഷ്ട വഴിപാട് ദേവിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സങ്കല്പങ്ങളുണ്ട്. തങ്ങളുടെ ഈ പൊങ്കാല തിളച്ചു പൊങ്ങുന്നതോടുകൂടി തങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം അതിനൊപ്പം ഇല്ലാതാകുന്നു എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ദേവിക്ക് ഇഷ്ട വഴിപാടായ 12 വിഭവങ്ങളാണ് വിവിധ സ്ഥലത്തു നിന്ന് എത്തുന്നവർ ദേവിക്കായി ഒരുക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു കാഴ്ച, അനന്തപുരിയെ ആഹ്ലാദത്തിൽ ആഴ്ത്തിക്കൊണ്ട് വലിയ ഒരു ഉത്സവം തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അൻസു, പൊങ്കാലയിടാൻ വിവിധ ജില്ലകളിൽ നിന്നും ഭക്തലക്ഷങ്ങളാണ് എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നുള്ള വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. റിനു, ദയവായി തുടരുക. ഇപ്പോൾ ക്ഷേത്ര പരിസരത്തു നിന്നും ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പൊങ്കാലയാണ് ഇത്തവണത്തേത്. ഇതിനോടുള്ള ഭക്തരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് പാലിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്? തീർച്ചയായും അൻസു, ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ആറ്റുകാൽ പൊങ്കാലയാണ് ഇത്തവണത്തേത് എന്നുള്ളത് ഏറെ പ്രസക്തം തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇതേ രീതിയിൽ ഇതിന് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നു, അത് വിജയം കണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇത്തവണ പൊങ്കാല നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രകാരം ഭക്തർക്ക് ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ, ഒരാഴ്ച മുൻപ് തന്നെ ഭക്തർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കൊണ്ട് പൊങ്കാലയ്ക്ക് വരാൻ പാടില്ല. ഒപ്പം തന്നെ അവർ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും കരുതണം എന്നുള്ള കാര്യം അവർ കൃത്യമായ രീതിയിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഭാഗത്ത് നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ വലിയ തോതിൽ അതിനുള്ള ക്രമീകരണങ്ങളും നഗരസഭ തന്നെ ഏർപ്പാടാക്കിയിരുന്നു. കാരണം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വെള്ളം കൊടുക്കാൻ കിയോസ്കുകൾക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റീൽ ഗ്ലാസുകളാണ്. ആ രീതിയിൽ പൂർണ്ണമായും ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പൊങ്കാല തന്നെയാണ് ഇത്തവണത്തേത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ തിരുവനന്തപുരം നഗരസഭ പ്രത്യേകമായും വലിയ സേവനം തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ നഗരം ശുചീകരിക്കുന്നതിലും. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം 2:30 കൃത്യം പൊങ്കാല നിവേദ്യം നടക്കുന്നതായിരിക്കും. അതിനുശേഷം ഭക്തർ എല്ലാവരും തന്നെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങാനുള്ള ഒരു തിരക്കാണ്. ആ തിരക്കിന് ശേഷം നഗരം പൂർണ്ണമായും ഒഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ മണിക്കൂറുകൾക്കകമായിരിക്കും നഗരസഭ ഈ നഗരം ശുചീകരിക്കുന്ന പരിപാടികൾ ചെയ്യുന്നത്. അതിന് പ്രത്യേകമായി നേരത്തെ റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ
3000-ഓളം പേരെയാണ് ആ രീതിയിൽ ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ നഗരം വൃത്തിയാകും എന്നുള്ളതിൽ സംശയമില്ല. അത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നെടുത്ത് പറയേണ്ടത് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് പ്രത്യേകമായ സേവനം തന്നെ നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിന് പരിസരത്തും പൊങ്കാല എവിടെയൊക്കെയുണ്ട്, ക്ഷേത്രത്തിലും 7 കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തത്തിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിലായി ആരോഗ്യവകുപ്പ് പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിനായി നടത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ക്യാമ്പുകളും അവർ ഇതിനായി പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ആർക്ക് എന്ത് ആരോഗ്യ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ അത് അപ്പോൾ തന്നെ അവർക്ക് അടിയന്തരമായ വൈദ്യസഹായം എത്തിക്കുക, ആ രീതിയിലുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. IMAയുടെ ഒരു പ്രത്യേക ക്യാമ്പും ഇവിടെ ക്ഷേത്ര പരിസരത്തും പലയിടങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ ആരോഗ്യ സുരക്ഷ അവർക്ക് ഉറപ്പാക്കുന്നു. ഇവിടെ എത്തുന്നവർക്ക് ഇവിടെ എത്താനും അതോടൊപ്പം തന്നെ അവർക്ക് മടങ്ങാനും വേണ്ടിയിട്ടുള്ള ഗതാഗത സംവിധാനവും അതും കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് KSRTCയുടെയും റെയിൽവേയുടെയും സേവനം തന്നെയാണ്. KSRTC കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ റെയിൽവേ 7 പ്രത്യേക സർവീസാണ് റെയിൽവേ ഇത്തവണ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. ഏതായാലും ഇനി പൊങ്കാലയിലേക്ക് 10:15-നാണ് കൃത്യം 10:15 കൂടിയാണ് ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരുന്നത്. അപ്പോൾ തന്നെ നഗരം യാഗശാലയായി മാറുന്നതായിരിക്കും. തുടർന്ന് അവർ പൊങ്കാല എല്ലാം തയ്യാറാക്കിയതിനു ശേഷം വീണ്ടും നമുക്ക് നമ്മൾ നേരത്തെയുള്ള ബുള്ളറ്റിനുകളിൽ തന്നെ നൽകിയിരുന്നു, വലിയൊരു തിരക്കാണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ പൊങ്കാല തയ്യാറാക്കി കഴിയുമ്പോൾ വീണ്ടും ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് പൊങ്കാല നിവേദ്യം നടക്കുക. ഏതായാലും പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയിട്ട് നിരവധി ശാന്തിമാരെയാണ് പ്രത്യേകമായി വിവിധ കേന്ദ്രങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ എല്ലായിടത്തും തളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ പങ്കാളിത്തം തന്നെ, പ്രത്യേകിച്ചും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഭക്തലക്ഷങ്ങളുടെ കണക്ക് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുക. കാരണം നമുക്കറിയാം ഇത് 20 ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഗിന്നസ് ബുക്കിൽ വരെ സ്ഥാനം പിടിച്ച ആറ്റുകാൽ പൊങ്കാല അത് ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ഭക്തലക്ഷങ്ങൾ സ്ത്രീകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഓരോ വർഷവും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സുരക്ഷയ്ക്കായി ഇത്തവണ കൂടുതൽ വനിതാ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ ബറ്റാലിയനെ, വനിതാ പോലീസിന്റെ പുതിയ ബറ്റാലിയനെയും ഇവിടത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കമാൻഡോ വിങ്ങിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഷാഡോ പോലീസും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പലയിടത്തു നിന്നായി നിരീക്ഷിക്കുന്നുണ്ട്. CCTV ക്യാമറകളുടെ സേവനം ലഭ്യമാണ്. ഇവിടെ ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ ഒരു പോലീസിന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഈ CCTV ക്യാമറകൾ എല്ലാം തന്നെ ഈ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുചെന്നെത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അൻസു, ക്ഷേത്ര പരിസരത്തു നിന്നും ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഷീജ ദയവായി തുടരുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും ഒരിക്കൽ കൂടി റിനു ശ്രീധർ ചേരുന്നു. റിനു, പൊങ്കാല കാഴ്ചകൾ ഇപ്പോൾ എന്തൊക്കെയാണ്? ഗതാഗത കുരുക്കിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഒരിക്കൽ കൂടി. ശരി, സാങ്കേതിക തകരാർ കൊണ്ട് റിനുവിന് ചേരാനാവുന്നില്ല. റിനുവിലേക്ക് തിരിച്ചെത്താം. ഒരിടവേള. ആറ്റുകാൽ പൊങ്കാലയിടാൻ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. ക്ഷേത്ര പരിസരത്തു നിന്നും ഷീജ എസ് ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, വിവിധ ജില്ലകളിൽ നിന്നായി ഭക്തലക്ഷങ്ങളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ തിരികെ പോകാനായി എന്ത് സൗകര്യങ്ങളാണ് KSRTCയും റെയിൽവേയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയിടാൻ എത്തിയ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. 10:15-നാണ് പൊങ്കാലയുടെ അടുപ്പുവെട്ടൽ ചടങ്ങ് ആരംഭിക്കുക. ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത ഹരിത പൊങ്കാലയാണ് എന്നുള്ളതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുവിധമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതെയുള്ള പൊങ്കാലയായിരിക്കും നടക്കുക. സ്ത്രീകളും കുട്ടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പൊങ്കാലയുടെ റോഡിനെയും മറ്റും അവിടെയും ഒരു സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക സ്ത്രീ കമാൻഡോകളെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഷാഡോ പോലീസിനെയും ഒക്കെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യ സേവനങ്ങൾക്ക് IMAയുടെ പ്രത്യേക ഡോക്ടർമാരുടെ സംഘവും സേവാഭാരതിയുടെ ആംബുലൻസും ഒക്കെ പ്രവർത്തന സജ്ജമാണ്.
നിരവധി പ്രമുഖരും പൊങ്കാല അർപ്പിക്കുവാനായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നും ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, നിരവധി ജില്ലകളിൽ നിന്നും ഭക്തലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിക്കുവാനായി എത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ തിരികെ പോകുവാനായി KSRTCയും റെയിൽവേയും ഒക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും മനസ്സു, ഇവിടത്തേക്ക് അനന്തപുരിയിലേക്ക് നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു ആഴ്ച മുൻപ് തന്നെ ഇവിടത്തേക്കുള്ള ഒരു തിരക്ക് ആരംഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസത്തോടു കൂടി പൊങ്കാലയ്ക്ക് തലേന്ന് തന്നെ ഇവിടം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞു ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഓരോ വർഷവും ഉള്ളത്. ഓരോ വർഷവും അവരുടെ എണ്ണം ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും ഒരു വർധനവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണം, ഗതാഗത സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കുന്നതും. ഇത്തവണ അവർക്ക് ഇവിടെ പൊങ്കാലയ്ക്കായി എത്തിച്ചേരുന്നവർക്കും അതിനുശേഷം പൊങ്കാല അർപ്പിച്ചതിനു ശേഷം ഇവിടുന്ന് മടങ്ങുന്ന ഭക്തർക്കുമായി വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടത്തേക്ക് അവർക്ക് എത്താനും പൊങ്കാല അർപ്പിച്ചതിനു ശേഷം ഇവർക്ക് മടങ്ങുന്നതിനും വേണ്ടി തിരുവനന്തപുരത്ത് തമ്പാനൂരും അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഫോർട്ടിലും കിഴക്കേക്കോട്ടയിലുമായിട്ട് KSRTCയുടെ പ്രത്യേക സർവീസുകൾ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇവിടേക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഭക്തർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും KSRTC നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രത്യേക സർവീസുകളാണ് അവിടത്തേക്ക് അവർക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ട് KSRTC ഒരുക്കിയിട്ടുള്ളത്. അത് തമ്പാനൂരിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും അത്തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മറ്റൊന്ന് റെയിൽവേയുടെ കാര്യമാണ്. റെയിൽവേ 7 പ്രത്യേക ട്രെയിനുകളാണ് ഇതിനുവേണ്ടി സർവീസ് നടത്തുന്നത്. 7 പ്രത്യേക ട്രെയിനുകൾ അവർക്ക് ഭക്തർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് സുരക്ഷിതമായി അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് അതും IMA കൂടി ചേർന്നുകൊണ്ട് വിപുലമായി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ സേവനം ആരോഗ്യവകുപ്പും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് തന്നെ IMA പ്രത്യേക ക്യാമ്പ് വരെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ അടിയന്തരമായ വൈദ്യസഹായം എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജല അതോറിറ്റിയുടെ സേവനവും നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം വെള്ളം കൃത്യമായ രീതിയിൽ അതാത് കേന്ദ്രങ്ങളിൽ ഭക്തർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം ലഭിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടില്ല എന്നുള്ള കാര്യവും ജലവിഭവ വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണം, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ ഒരു കൃത്യമായ മേൽനോട്ടം നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഇവിടെ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ പോലീസിൻ്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പോലീസുകാർ കൃത്യമായ രീതിയിൽ ഈ CCTV ക്യാമറകൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളും കർശനമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു പൊങ്കാലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള താരങ്ങളുടെ ഒരു പങ്കാളിത്തം, പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് താരങ്ങൾ ഓരോ വർഷവും താരങ്ങളുടെ എണ്ണവും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമ സീരിയൽ രംഗത്തെ താരങ്ങൾ, കായിക രംഗത്തെ താരങ്ങൾ, അതോടൊപ്പം തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാർ തുടങ്ങി ആ രീതിയിൽ വലിയ ഒരു പങ്കാളിത്തം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സിനിമാ സീരിയൽ രംഗത്ത് നിന്നായി ആനി ചിപ്പി തുടങ്ങിയവർ ഈ പൊങ്കാല അർപ്പിക്കുന്നതിനായി സ്ഥിരം എത്തുന്ന തന്നെയാണ്. അവർ പതിവ് പോലെ തന്നെ അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരുടെ പങ്കാളിത്തം മികച്ച രീതിയിൽ തന്നെ അവരുടെ പങ്കാളിത്തം ഉണ്ട്. ഒപ്പം തന്നെ സിനിമാ സീരിയൽ നിന്നുള്ള പ്രമുഖർക്ക് പുറമെ നമുക്കറിയാം എല്ലാ വർഷത്തെയും പോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാർ, പ്രത്യേകിച്ചും ഇത്തവണ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ഭാര്യ, അവരും ഇവിടെ അനന്തപുരിയിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ തലസ്ഥാനത്തിന്റെ വിവിധ തന്നെ ഇത്തരത്തിൽ പ്രമുഖരുടെ ഭാര്യമാർ, പ്രമുഖർ, IAS IPS ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി പേരാണ് ഈ പൊങ്കാലയുടെ ഭാഗമായി മാറുന്നത്. ആ രീതിയിൽ ഒരു രീതിയിലുള്ളൊരു ഭേദവും ഇല്ലാതെ ആ രീതിയിൽ എല്ലാവരും ഒത്തൊരുമ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ അനന്തപുരിയിൽ പൊങ്കാലയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ കൃത്യം 10:15 കൂടി
ത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതായിരിക്കും. അവിടെ തീ പകരുന്ന സാഹചര്യത്തിൽ തന്നെ ആ സമയം തന്നെ ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്കും തീ എത്തുന്നതായിരിക്കും. അതോടുകൂടി നഗരം യാഗശാലയെ മാറുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. തുടർന്ന് 2:30 കൂടിയാണ് പൊങ്കാല നിവേദ്യം നടക്കുക. തുടർന്നാണ് ഇത്തരത്തിൽ പൊങ്കാല അർപ്പിച്ചതിന്റെ 1 വർഷത്തോളം അവർ കാത്തിരുന്ന ഒരു കാത്തിരിപ്പായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. പരിസരത്തു നിന്നും ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഷീജ ദയവായി തുടരുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും റിനു ശ്രീധർ ഒരിക്കൽ കൂടി ചേരുന്നു. റിനു, ഭക്ത ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പരിസരവും മൊത്തം. അപ്പോൾ പൊതുവെ ജനത്തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അവിടുത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ എന്ത് തരം നടപടികളാണ് എടുത്തിട്ടുള്ളത്? അൻസു, ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുവാൻ വേണ്ടി ജനലക്ഷങ്ങൾ അനന്തപുരിയിലേക്ക് എത്തി പണ്ടാര അടുപ്പിൽ തീ പടരുന്നത് കാത്ത് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ അനന്തപുരിയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിന്റെ സിറ്റിയുടെ നാഥനായിട്ടുള്ള മേയർ ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. മേയർ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു ദേശീയോത്സവം, തിരുവനന്തപുരത്തിന്റെ ദേശീയോത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും ഉത്തരവാദിത്തം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നിമിഷ നേരം കൊണ്ടാണ് ഗതാഗത യോഗ്യമാക്കേണ്ട ഒരു ചുമതല കോർപ്പറേഷൻ ഉള്ളത്. എന്തെല്ലാം നടപടികളാണ് കോർപ്പറേഷൻ ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് എടുത്തിരിക്കുന്നത്? തീർച്ചയായും പൊങ്കാല നൈവേദ്യം 2:20 നടക്കുക. അപ്പോൾ അത് നൈവേദ്യം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നഗരം വൃത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികളെ ഏകദേശം 3500-ലധികം ശുചീകരണ തൊഴിലാളികളെ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് വൃത്തിയാക്കേണ്ട പോയിന്റുകളും അതിന് മേൽനോട്ടം വഹിക്കാനുള്ള ഉദ്യോഗസ്ഥരെ അടക്കം നഗരസഭ നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രി 9 മണിയോടുകൂടി കൃത്രിമ മഴ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ റോഡ് അടക്കം കഴുകി വൃത്തിയാക്കി പിറ്റേന്ന് രാവിലെ പൊങ്കാല നടന്നുവെന്ന് അറിയാത്ത നിലയിൽ തന്നെ ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു വലിയ ബൃഹത്തായിട്ടുള്ളൊരു പരിപാടി, ഒരു യജ്ഞം പോലെ ഇത് ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാനാണ് ഞങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെയും പ്ലാസ്റ്റിക് നിരോധനത്തിലൂടെയും അതിൻ്റെ അളവ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഇത്തവണയും അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ട്. ഈ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തോട്, കോർപ്പറേഷന്റെ പ്രവർത്തനത്തോട് ജനങ്ങൾ എത്രമാത്രമാണ് സഹകരിക്കുന്നത്? അല്ല, എല്ലാവരും ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെയും ഡിസ്പോസബിൾ മാലിന്യത്തിൻ്റെയും ഒക്കെ ദുരവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഒരു അനുഭവം, അന്നദാനവും കുടിവെള്ള വിതരണം നടത്തുന്ന സംഘടനകളുടെ യോഗം ഞങ്ങൾ വിളിച്ചിരുന്നു. അവരാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധമായി ഇടപെടേണ്ടത്. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായം ഞങ്ങളിത് പാലിക്കാൻ തയ്യാറാണ്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നഗരസഭ പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാള് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ ആരംഭിക്കുകയും അവിടെ ഒരുപാട് ഓർഡറുകൾ ലഭിക്കുകയും ചെയ്തു. അതിലുപരി ഞങ്ങൾ പൊങ്കാലയിടാൻ വരുന്ന ആൾക്കാരോട് പറയുന്നത് അവരൊരു സ്റ്റീൽ പാത്രവും കപ്പും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപയോഗിച്ച് അന്നദാനവും കുടിവെള്ള വിതരണത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുവഴി സംഘടനകൾക്ക് ലാഭവും നാടിന് മാലിന്യവും കുറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ നിലയിലേക്കുള്ള മാറ്റങ്ങൾ തീർച്ചയായും ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊങ്കാല കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഡിസ്പോസിബിൾ ഗ്ലാസുകളിലൊക്കെ വെള്ളം ഓടി നടന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കൊടുക്കുന്ന ഒരു നടപടിയുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി? ഇത് വലിയൊരു സന്നദ്ധ പ്രവർത്തനമാണ് അവർ ചെയ്യുന്നതെങ്കിലും അത് ചെറിയ രീതിയിലൊരു ദ്രോഹപ്രവർത്തനം കൂടിയാണ്. അതിനെതിരെ എന്തെങ്കിലും നടപടി? അല്ല, ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ 80% എന്ന് പറഞ്ഞത് ബാക്കി 20% ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് തിരികെ പോകുമ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഡിസ്പോസിബിൾ കാപ്പിലും മറ്റുമൊക്കെ വെള്ളം കൊടുക്കുക, ആഹാരം കഴിപ്പിക്കുക, നിർബന്ധിച്ച് കഴിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത് മുൻകൂട്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനകൾക്ക് ഇതെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇന്നേ ദിവസം വളരെ പെട്ടെന്ന് അവിചാരിതമായി ആരംഭിക്കുന്ന സംഘടനകൾക്കായിരിക്കും മറ്റ് സ്റ്റീൽ കപ്പുകളും മറ്റുമൊക്കെ ശേഖരിച്ച് നേരത്തെ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. അവരാണ് ഈ 20% ഞങ്ങൾ കുറയ്ക്കുന്നത് അവിടെയാണ്. വളരെയധികം നന്ദിയുണ്ട് മേയർ. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഇടപെടൽ വലിയ രീതിയിലാണ് ഭക്തജന ലക്ഷങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ വിശേഷങ്ങൾ തിരക്കുവാനും ഇവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാനുമാണ് മേയർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് ചേർന്നിരുന്നു വയനാട് നിന്നെത്തിയ ഒരു സംഘം. നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബാംഗ്ലൂർ വരെ ഉള്ള ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, വിദേശ വനിതകൾ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദേശീയ ഉത്സവമായി സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിലെ ഈ പൊങ്കാല മഹോത്സവം അരങ്ങുവാഴുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പൊങ്കാല അടുപ്പുകളെല്ലാം തന്നെ രാവിലെ 5 മണിയോടുകൂടി ഇവിടെ എത്തിയവർ പൊങ്കാല അടുപ്പുകളെല്ലാം തന്നെ തയ്യാറാക്കി മംഗലങ്ങളിൽ ഹാരമർപ്പിച്ച് പടുക്കയിട്ട് പഴവും അടക്കയും വെറ്റിലയും പൂവും കദളിപ്പഴവും അതുപോലെ തന്നെ മലരും അവലും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പടുക്ക നിവേദ്യമൊക്കെ തയ്യാറാക്കി
തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 12 തരം നിവേദ്യങ്ങളാണ് ഇഷ്ടവഴിപാടായി ദേവിക്ക് നൽകുന്നത്. ഇതിൽ പ്രധാനമായും 4-5 വഴിപാടുകളാണ്. നമുക്കറിയാം പൊങ്കാല, വെള്ളപ്പായസം, അതുപോലെ തന്നെ തെരളി, ഇത്തരത്തിൽ 5 നിവേദ്യങ്ങളാണ് തിരുവനന്തപുരത്ത് എത്തുന്ന ഭക്തർ, വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ ദേവിക്കായി അർപ്പിക്കുന്നത്. ഇത് പ്രധാനമായും മംഗലങ്ങളിലും അതുപോലെ തന്നെ ചെമ്പുരുളികളിലുമൊക്കെ ആയിട്ട് ആണ് നിവേദ്യങ്ങളായി അർപ്പിച്ചു വരുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എത്തുന്ന ഭക്തജന ലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ സ്വന്തം വീടുകൾ പോലും ഇവർക്ക് വേണ്ടി ഒരു പരിചയമോ ഒന്നുമില്ലാത്ത ഇവർക്ക് വേണ്ടി തുറന്നുകൊടുത്ത ഉള്ള എല്ലാ രീതിയിലുള്ള സൗകര്യം, ഒരു തരത്തിലുള്ള അസൗകര്യങ്ങളും ഇവർക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ കോമ്പൗണ്ടുകൾ, അടുപ്പുകൾ നിരത്തുന്നതിന് വേണ്ടി, പൊങ്കാല ഇടുന്നതിന് വേണ്ടി തയ്യാറാക്കി നൽകുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ആഘോഷമാണ് തിരുവനന്തപുരത്തിൻ്റെ, അനന്തപുരിയുടെ വലിയൊരു ആഘോഷമാണ് ഭക്തജന ലക്ഷങ്ങളെത്തി ഇവിടെ ദേവിക്ക് ഇഷ്ടവഴിപാടായി അർപ്പിക്കുന്നത്. ഇതിനുശേഷം ഏകദേശം 10:30 മണിയോടുകൂടി തന്നെ അനന്തപുരി എല്ലാം ഒരു അഗ്നിക്ക് സമാനമായി മാറും, പുകപടലങ്ങളാൽ മുഖരിതമാകും എന്നുള്ളത് തന്നെയാണ്. ദേവിയുടെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ള ഒരു ഭക്തജനങ്ങളുടെ ഒരു ദേവിയോടുള്ള ഒരു ഇഷ്ട വഴിപാടായിട്ടുള്ള ഒരു നേർച്ച സ്വരങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ വേണ്ടി കഴിയും. ഇത്തരത്തിൽ ദേവിയുടെ ഇഷ്ട വഴിപാട് അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് അനന്തപുരിയിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ്, ഇത്തരത്തിൽ റെയിൽവേ, ഇത്തരത്തിൽ വലിയൊരു സന്നാഹം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും, പ്രത്യേക ബസ് സർവീസുകൾ ഇന്ന് രാവിലെ 2 മണി മുതൽ ജില്ലകളിലെ സംസ്ഥാനങ്ങളിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാ ബസ് ഡിപ്പോകളിൽ നിന്ന് രാവിലെ 2 മണി മുതൽ ആറ്റുകാലിലേക്കും കിഴക്കേക്കോട്ടയിലേക്കുമുള്ള ബസ് സർവീസുകളുണ്ട്. ഈ ബസ്സുകളിലേക്ക് ഇന്ന് രാവിലെ എത്തിയവരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അമ്പല കോമ്പൗണ്ടുകളിലും മറ്റും 7 ദിവസത്തോളം മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എത്തി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവിയുടെ മുന്നിൽ തന്നെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇവർ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അധികം ഒരു ജനസാഗരമാണ് ഇവിടേക്ക് എത്തുന്നതെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട്, ഈ പൊങ്കാല 2:15 നിവേദിച്ചു കഴിഞ്ഞാൽ തന്നെ നിമിഷ നേരം കൊണ്ട് ഈ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് കോർപ്പറേഷൻ ഇവിടെ വൃത്തിയാക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. നേരത്തെ മേയർ സൂചിപ്പിച്ചതുപോലെ കൃത്രിമ മഴയടക്കം പെയ്യിപ്പിച്ചുകൊണ്ട് ശുചീകരിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന് ഫയർഫോഴ്സിന്റെ ഒരു പ്രവർത്തനമാണ്. എല്ലാ ജംഗ്ഷനുകളിലും, പൊങ്കാല അർപ്പിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ഫയർഫോഴ്സിന്റെ ഓരോ യൂണിറ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം അഗ്നിയാണ് ഇവിടെ പരിസരത്തു നിന്നും റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരിക്കൽ കൂടി ക്ഷേത്ര പരിസരത്തു നിന്നും സുനിൽ അരിമാനൂർ കൂടി ചേരുന്നു. സുനിൽ, 10-15 അടുപ്പുവെട്ടൽ ചടങ്ങോട് ആരംഭിക്കുമ്പോൾ യാഗശാലയായി തലസ്ഥാനം മാറുകയാണ്. അപ്പോൾ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അഗ്നിശമന സേന ഒരുക്കിയിട്ടുള്ളത്? അൻസു, 9:45, അതായത് ഇനി 3/4 മണിക്കൂർ മാത്രമാണ് പുണ്യാഹ ചടങ്ങിനായി അവശേഷിക്കുന്നത്. ഈ പുണ്യാഹ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 10:15 അടുപ്പുവെട്ടൽ ചടങ്ങ്. അടുപ്പുവെട്ടൽ ചടങ്ങ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് കടക്കുന്നത്. തുടർന്ന് ലക്ഷോപലക്ഷം പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരും. ഈ പുണ്യാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്ര മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ നിന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് കൈമാറും, വാമനൻ നമ്പൂതിരിക്ക് കൈമാറും. ഈ ദീപനാളം വലിയ തിടപ്പള്ളി അടുപ്പിലേക്ക് പകർന്ന ശേഷം ചെറിയ തിടപ്പള്ളി അടുപ്പിൽ പകരുന്നതിനായി സഹമേൽശാന്തിക്കാണ് കൈമാറുന്നത്. സഹമേൽശാന്തിയാണ് ക്ഷേത്രത്തിന് മുന്നിൽ ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളവും വാദ്യഘോഷവും വെടിയൊച്ചയും ഒക്കെ കേൾക്കുമ്പോൾ ഈ നഗരത്തിനുള്ളിലെ ഈ 7 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പൊങ്കാല അടുപ്പുകളിലേക്ക് അതേസമയം തന്നെ തീ പകരുകയും പിന്നെ അഗ്നിയുടെ ഒരു ശാല എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അഗ്നിയുടെ ശുദ്ധി വരുത്തിക്കൊണ്ടുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കും തലസ്ഥാനത്തുടനീളം ഉണ്ടാവുക. എങ്ങും മന്ത്രം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. 2:30 ഇക്കുറി പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക ശാന്തിമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഭക്തജനങ്ങൾ ദേവീ ദർശനത്തിനായി ഇപ്പോഴും തിരക്ക് തന്നെയാണ്. കാരണം ഇനി ഒരു 45 മിനിറ്റ് കൂടെ മാത്രമേ ക്ഷേത്ര ദർശനം അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം പുണ്യാഹം തളിച്ചു കഴിഞ്ഞാൽ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുകയില്ല. അതിനു മുമ്പ് ദേവീ ദർശനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾ ഒരുക്കിയിരിക്കുന്ന പൊങ്കാല ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ധൃതിയിലാണ്. അതിനു മുമ്പ് ഒരു നോക്ക് കണ്ട് ആറ്റുകാൽ അമ്മയോട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം, തങ്ങളുടെ പരിഭവങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് തങ്ങൾ വന്ന ഉദ്ദേശം എന്താണ്
അത് അറിയിച്ചുകൊണ്ട് മടങ്ങാനുള്ള ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്. ഏതായാലും ഇനി 1 മണിക്കൂർ മൊത്തം നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു ആ ധന്യ നിമിഷത്തിലേക്ക്, കാത്തിരിപ്പിൻ്റെ വ്രതശുദ്ധിയോടെയുള്ള കാത്തിരിപ്പിൻ്റെ ആ മുഹൂർത്തത്തിലേക്ക്. സുനിൽ, തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏകദേശം എത്ര ലക്ഷത്തോളം ആളുകളായിരിക്കും ഈ വർഷം പൊങ്കാലയിടാൻ എത്തുക? അനസു, ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും ഭക്തലക്ഷങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഓരോ വർഷവും പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർ അവർ പൊങ്കാല അർപ്പിച്ച് അതിലൂടെ നേടുന്ന ഒരു സായുജ്യം, അവരുടെ മനസ്സിലെ ഒരു തൃപ്തി, അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നു എന്നുള്ളതും അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണം സൂക്ഷിച്ചുകൊണ്ട് അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോഴാണ് ഓരോ വർഷവും വിദേശത്ത് നിന്ന് പോലും ആളുകൾ ഈ സമയം കണക്കാക്കിക്കൊണ്ട് അവധിയിലെടുത്തുകൊണ്ട് പൊങ്കാലയ്ക്ക് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. കാരണം നഗരത്തിലെ ഏത് വീടുകൾ എടുത്തു കഴിഞ്ഞാലും ഈ തലസ്ഥാന നഗരിയിലെ ഇന്നത്തെ ദിവസം അവരുടെ വീട്ടിലൊക്കെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അവരുടെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവർ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുടെയൊക്കെ ഒരു സാന്നിധ്യമായിരിക്കും. അതോ മറ്റൊന്നിനുമല്ല, ഈ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല അർപ്പിക്കുന്ന ദിവസം തങ്ങൾക്കും പൊങ്കാല ഇടാനുള്ള ഒരു ആഗ്രഹം അത് സഫലമാകുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വീടുകളിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതമൈത്രിയുടെ പ്രതീകമായി തന്നെ എല്ലാ വീടുകളും ജാതി മത ഭേദമന്യേ പൊങ്കാല അർപ്പിക്കാനായി ആരൊക്കെ വരുന്നു. പൊങ്കാല ഇടാനെത്തിയ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. 10-15 പൊങ്കാലയുടെ അടുപ്പുവെട്ടൽ ചടങ്ങ് നടക്കുക. തത്സമയ വിവരങ്ങളാണ് സുനിൽ അരിമാനൂരും റിനു ശ്രീധറും എസ് ഷീജയും നൽകിയത്.